വന്നവരൊന്നും അയ്യപ്പ ഭക്തന്മാരല്ല. അയ്യപ്പന്റെ ശാപം പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണോ? അയ്യപ്പ ശാപത്തിനെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഭയക്കുന്നുണ്ടോ തന്നെയാണ് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം. അതിന്റെ ആ ഒരു എഫക്റ്റ് അടുത്ത ഇലക്ഷൻ ആയ സമയത്ത്, അടുത്ത ഒരു പാർലമെന്റ് ഇലക്ഷൻ വന്ന സമയത്ത് പുള്ളി കണ്ടതുമാണ്. ഞങ്ങൾക്ക് വിശ്വാസികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും വോട്ട് കിട്ടുമോ? CPM-ന് മുസ്ലിങ്ങളിൽ നിന്നും വോട്ട് ലഭിക്കില്ല, മുസ്ലിം മത വിശ്വാസികൾ കൈവിട്ടു പോയി എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ നിലവിൽ CPM-ൽ നിലനിൽക്കുമ്പോൾ ഹിന്ദുമത വിശ്വാസികൾ എത്രത്തോളം കയ്യിലുണ്ട് എന്നുള്ള സംശയമായി മാറിയിരിക്കുകയാണ്. ഇവര് ജോത്സ്യനെ കാണാൻ പോകുന്നത് പുള്ളിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്നിപ്പോ പിണറായി സർക്കാർ. പിണറായി തന്ത്രമായിരിക്കാം ഈ ഒരു അയ്യപ്പ സംഗമവും. പിണറായി വിജയന്റെ ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയം. നമുക്കറിയാം, കുറെ ദിവസങ്ങളായി വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്തുകൊണ്ടുവന്നിരുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കേരളക്കരെ ഒട്ടാകെ കാത്തിരുന്ന ഒരു അയ്യപ്പ സംഗമമായിരുന്നു ഇന്ന് ശബരിമലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു അയ്യപ്പ സംഗമത്തെ കുറിച്ച് വിചാരിച്ചിരുന്ന ഹൈപ്പൊന്നും അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. 3500ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു അയ്യപ്പ സംഗമത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമായിരുന്നു വേദിയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വേദിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ഒഴിഞ്ഞ അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും പിന്തിരിഞ്ഞു മടങ്ങിപ്പോയൊരു രീതിയിലായിരുന്നു കാര്യങ്ങൾ കണ്ടത്. ഇനി മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ. ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത് അയ്യപ്പൻ എഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ടാവുന്നത്. കാരണം ആദ്യ സമയത്ത് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്ത സമയത്ത് പുള്ളിക്കാരനെതിരെ ഉണ്ടായ ഒരു പ്രക്ഷോഭമുണ്ട്. അതിന്റെ ആ ഒരു എഫക്റ്റ് അടുത്ത ഇലക്ഷൻ ആയ സമയത്ത്, അടുത്ത ഒരു പാർലമെന്റ് ഇലക്ഷൻ വന്ന സമയത്ത് പുള്ളി കണ്ടതുമാണ്. തൂത്തുവാരി സീറ്റ് കൊണ്ടുപോവാണ് ചെയ്തത്. മൊത്തത്തില് ആ ഒരു എഫക്റ്റ് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോ പിന്നീട് ഇനിയിപ്പോ നിയമസഭ ഇലക്ഷൻ വരികയാണ്, ഈ ഭക്തിയെ കൃത്യമായി വോട്ടാക്കി മാറ്റാനാണ് പിണറായി വിജയൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളി അതാണ് ശ്രമിച്ചത്. ഇനിയിപ്പോ ആ ഒരു സംഗമ അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വരുന്നത് കൊണ്ട് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പുകളിലേക്കൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്ര ആൾക്കാർക്ക് വരുന്നുണ്ടെന്ന രീതിയിൽ 100 പേരെ ബസ് അനുസരിച്ച് കൊണ്ടുവന്ന് ബിരിയാണിയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടായിരിക്കും അവിടെ കൊണ്ടിരുത്തിയത്. പിന്നെ അവരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ, മുഖ്യമന്ത്രിയുടെ ആ ഒരു പാർട്ടി വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പുള്ളി പോയ വേദിക്ക് പിന്നെ അവർക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വന്നവരൊക്കെ അയ്യപ്പ ഭക്തന്മാരാണെന്ന് പറയുന്ന രീതിയിൽ വന്നവരൊന്നും അയ്യപ്പ ഭക്തന്മാരല്ല എന്ന് തെളിയിക്കുന്ന ഒരു രീതിയാണ് വന്നത്. അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളായിരുന്നു ഈ ഒരു അയ്യപ്പ സംഗമം ബന്ധപ്പെട്ട് ഇന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം വിളിച്ചു വരുത്തിയ പല നേതാക്കന്മാർക്കും സംതൃപ്തമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പലരും വേദിയിൽ ഇരുന്നിരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ അയ്യപ്പന്റെ ശാപം പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം പോലും ഫ്ലോപ്പായി പോയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഈ വിശ്വാസവും അതേപോലെ നിലപാടുകളും, ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. നിലപാടിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. പക്ഷേ വോട്ടിന്റെ കാര്യത്തിൽ കുറച്ച് വിശ്വാസ കുറവുണ്ട്. വോട്ട് വേണമെങ്കിൽ ഭക്തന്മാരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ മതത്തെ ആണെങ്കിലും ഇതൊക്കെ അപ്പാടെ മാറ്റി അവരുടെ ഒരു നിലപാടുണ്ട്. അവർക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ലാത്ത സാധനം ഇവരത് പബ്ലിക്കായിട്ട് കൊണ്ട് പറയത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പറഞ്ഞാലും സംതൃപ്തരാക്കാൻ നോക്കും. അതുകൊണ്ടാണല്ലോ ഈ പെരുന്നാൾ ആഘോഷമാണെങ്കിലും പെരുന്നാൾ വിരുന്നും ഓണവിരുന്നും ക്രിസ്മസ് വിരുന്നും ഒക്കെ സഖാവ് പിണറായി വിജയൻ ഇങ്ങനെ ആഘോഷിച്ച് ലക്ഷങ്ങളും കോടികളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. കാരണം കൂടെ നിർത്താതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് വിശ്വാസികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും വോട്ട് കിട്ടുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോ ഈ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും UDF-നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ CPM-ന് മുസ്ലിങ്ങളിൽ നിന്നും വോട്ട് ലഭിക്കില്ല എന്നൊരു വിശ്വാസം കൂടി അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഇമേജ് എന്താണോ അത് മാറ്റിക്കൊണ്ട് വിശ്വാസികളെ ചേർത്ത് പിടിച്ച് അടുത്ത ഒരു വോട്ട് ഈ അയ്യപ്പ സംഗമത്തിലൂടെ പിടിക്കാനുള്ള ഒരു പുതിയ ബുദ്ധിയായിരുന്നു, അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയായിരുന്നു പിണറായി വിജയന്റേതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അതിനെ ചീറ്റിപ്പോയൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മത വിശ്വാസികൾ കൈവിട്ടു പോയി എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ നിലവിൽ CPM-ൽ നിലനിൽക്കുമ്പോൾ ഹിന്ദുമത വിശ്വാസികൾ എത്രത്തോളം കയ്യിലുണ്ട് എന്നുള്ള സംശയമായി മാറിയിരിക്കുകയാണ്. ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയൊരു പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു കളിയായിരുന്നു അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പിണറായി വിജയൻ നോക്കിയിരുന്നത് എന്നാണ്. പക്ഷേ കാര്യം എന്ന് പറയുന്നത് ഈ ആൾക്കാരൊക്കെ വോട്ടിന്റെ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇങ്ങനത്തെ സമിതികളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാകുമ്പോൾ കൃത്യമായിട്ട് വെളിച്ചത്തിൽ പോകത്തില്ല എന്ന് പറയുന്നത് 100% ഷുവർ ആയിട്ടൊരു കാര്യമാണ്. അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ കഴിഞ്ഞു, ആ ഒരു ഇമേജ് കഴിഞ്ഞു. പക്ഷെ അവര് രഹസ്യമായി ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഏതൊക്കെ ഈ സമിതികളാണോ ഉള്ളത് ഇവരുടെയൊക്കെ എടുത്തു പോയി വോട്ട് ചോദിക്കാറുണ്ട്. CPM-ൽ നിന്നുള്ള നേതാക്കന്മാരിൽ ആരൊക്കെയോ ചേർന്ന് നല്ലൊരു ജോത്സ്യനെ കാണുകയും
പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ അയ്യപ്പ ശാപമാണ് CPM-ന്റെ തലയ്ക്ക് മുകളിൽ ഇടുത്തിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചൊരു ബൂമറാങ് പോലെ വന്ന് അവസാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ജോത്സ്യന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു എന്നും, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് വന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യവശം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും CPM അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരാളുകളായിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം അവർ വിശ്വസിക്കുന്നത് യുക്തിയിലാണ്, തൊഴിൽ വർഗത്തിനോടൊപ്പം നിൽക്കുന്ന ആ ഒരു രീതിയിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഏറ്റുപിടിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള മിത്തുകളോടും ഇത്തരവനാജി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ നിലപാട് അങ്ങനെയാണ്. അതാണ് അവരുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നിലനിർത്തുന്ന ഒരു ഫാക്ടർ അതാണ്. ആ സമയത്ത് അയ്യപ്പ ശാപത്തെ പേടിച്ച് പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഒക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ നിലപാട് അവർ ശക്തമായി എതിർക്കും. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ ശാപത്തിനെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഭയക്കുന്നുണ്ടോ തന്നെയാണ് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം. ഇനി ചിലപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഇരുമുടിക്കെട്ടൊക്കെ ഏന്തിയിട്ട് പിണറായി സഖാവ് മല ചവിട്ടുന്നതായിരിക്കാം. ചവിട്ടട്ടെ, നല്ല കാര്യം, പുള്ളിക്കാരന് ഇഷ്ടമാണെങ്കിൽ ചവിട്ടിക്കോട്ടെ. പക്ഷെ ഇരുതലങ്ങളിൽ നിന്ന് എന്റെ നിലപാട് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ ഇപ്പുറത്ത് എനിക്ക് ഇവരുടെ വോട്ടും വേണം, വോട്ടിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കൈകൂപ്പി നിൽക്കാം, വോട്ടിന് വേണ്ടിയിട്ട് ഭക്തിയെ ഞാൻ കുറച്ചു നാൾ കടമെടുക്കാം, പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ അതിന്റെ നിലപാടുകളിലേക്ക് തിരിച്ചു വരും, ഞാൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാവും, വിശ്വാസങ്ങളെയൊക്കെ ഞാൻ എതിർത്ത് സംസാരിക്കും, അയിത്തങ്ങളെയൊക്കെ മാറ്റി നിർത്തും. പക്ഷെ ജീവിതത്തിൽ അയിത്തങ്ങളും ഉണ്ടായിരിക്കും, അതേപോലെ കൃത്യമായിട്ടുള്ള മുതലാളിത്ത സ്വഭാവവും ഉണ്ടായിരിക്കും. ഇതാണ് ആ ഒരു രണ്ട് നിലപാടുകൾ ആ ഒരു രീതിയിലേക്ക് നിൽക്കുന്നത്. അത് മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ജോത്സ്യനെയൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം പണ്ട് ഗോവിന്ദൻ മാഷ് പോകുന്ന ഒരു ജോത്സ്യന്റെ ഒക്കെ കാര്യങ്ങള് നമ്മള് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ ജോത്സ്യന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്നുള്ളത്. അതെ, വന്ന് കണ്ടു. പക്ഷെ അത് പ്രശ്നം വെപ്പിക്കാനോ മറ്റുമൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു അന്ന് വന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്തിനാണ് പോയത്. അങ്ങനെ പോകുന്നുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട്. ഇവര് ജോത്സ്യനെ കാണാൻ പോകുന്നത് പുള്ളിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ അത് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ആസ്ട്രോളജേഴ്സിനെ പോയി കാണുന്നത് ഒരിക്കലും അവരുടെ വീട്ടിൽ എങ്ങനെയുണ്ട്, എന്താ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തായിരുന്നോ, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സഖാവ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കണ്ണൂർ വരെ പോയി അയാളുടെ വീട്ടിൽ പോയിട്ട് അത് ചോദിക്കത്തില്ല. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തിനായിരിക്കാം പോയി ചോദിക്കുന്നത്. ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കാനായിരിക്കാം. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, സത്യം തെളിയിക്കുന്ന ആൾക്കാർ കൂടെ ആയതുകൊണ്ട് ഞാൻ ജ്യോതിഷം വെച്ച് നോക്കി, പക്ഷെ എന്റെ ജീവിതത്തിലൊന്നും നടന്നില്ല, അപ്പൊ ഇത് കള്ളത്തരമാണ്. ചിലപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പോയത്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് തൊടുന്നതെല്ലാം തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയായാലും ആഭ്യന്തര മേഖലയായാലും അതിൽ ഏതൊരു ഗതാഗത മേഖലയായാലും ഏതൊരു മേഖല എടുത്താലും ഒരുപോലെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിണറായി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്നിപ്പോ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പരാജയത്തിൽ നിന്നും കയറാൻ വേണ്ടി അല്ലെങ്കിൽ തല താഴ്ത്താനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം ഇനി അയ്യപ്പ സംഗമത്തിലൂടെ ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് പിടിച്ച് വോട്ട് പിടിക്കാനുള്ള ഒരു പുതിയ തന്ത്രമായിരുന്നിരിക്കാം ഇന്നിപ്പോൾ നമ്മൾ കാണുകയും അതുപോലെ തന്നെ പരാജയപ്പെടുകയും. അയ്യപ്പ ഭക്തരുടെ ശക്തി എന്താണെന്ന് ഒരു തവണ അവർ കണ്ടതാണ്. അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ നമുക്ക് അത്രയും പറയണ്ട. ഇങ്ങനത്തെ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടാവുമ്പോൾ ഈ ഹൈന്ദവ മതങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഗുണമാകാൻ പോകുന്നത് BJPക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോ ആ ഒരു രീതിയിലേക്ക് കൂടുതൽ വോട്ട് ഷെയർ പോവാതിരിക്കാനും അടുത്ത തവണ സീറ്റ് നിലനിർത്താൻ വേണ്ടി ഇവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അടുത്ത തവണ പുള്ളിക്കാരൻ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്ര പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ അവരെ എതിർത്തുകൊണ്ട് അടുത്ത സമയത്ത് വോട്ട് ഷെയർ കുറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഓരോ അംഗങ്ങളും പുള്ളിയെ തന്നെ കുറ്റം പറയും. അല്ലെങ്കിൽ അത് കൂടെ നിർത്തണമെന്ന് പറയുന്നത് ഈ രാജതന്ത്രം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ പിണറായി തന്ത്രമായിരിക്കാം ഈ ഒരു അയ്യപ്പ സംഗമവും. പക്ഷെ അത് പാളിപ്പോയത് ചെറിയ ചെറിയ പാകപ്പിഴവ് കൊണ്ടായിരിക്കും. ഇനിയിപ്പോ നവരാത്രി മഹോത്സവം ഒക്കെ വരികയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ക്ഷേത്രങ്ങളോടും ചേർന്നിട്ട് ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ പിണറായി സഖാവ് എല്ലായിടത്തും ചെന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഹൈന്ദവ ആൾക്കാരെയും കൂടെ നിർത്തട്ടെ. അടുത്ത പെരുന്നാൾ വരുമ്പോ എല്ലാവരെയും കൂടെ നിർത്തട്ടെ. ക്രിസ്മസ് വരുമ്പോ കൃത്യമായിട്ട് അതും ചെയ്യാൻ സാധിക്കട്ടെ, പള്ളികളിലും പോകാൻ പറ്റട്ടെ. ആ ഒരു കാരണം ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് പെരുന്നാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും അതിന്റെ മുറ്റത്ത് പോയിട്ട് വോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്ലാനാണ്. പക്ഷെ അതിനകത്തിലൊക്കെ വീണു പോകാത്ത ജനങ്ങളുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ വോട്ട് ചെയ്യും. പക്ഷെ ചേർത്ത് നിർത്തുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇടയ്ക്ക് നിലപാടുകൾ മാറാതിരിക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും സഖാവ് പിണറായി എന്നതിന് പകരം നമുക്ക് ഇനി സ്വാമി പിണറായി എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്.